നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് മീനുകൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എത്തിച്ചേരുന്ന ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഈ ആപ്പ് വഴി ഇടയ്ക്കൊക്കെ ഞാൻ മീൻ മേടിക്കാറുമുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ളത് മീനിന്റെ ഫ്രഷ്നെസ് ആണ്. അതുപോലെ തന്നെ മീനിന്റെ ക്ലീനിങ്ങും പാക്കിങ്ങും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതിനു മുന്നേ ലൈലോ ആപ്പ് വഴി എങ്ങനെ ഫിഷ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ലൈലോ ആപ്പിൽ കയറുമ്പോൾ തന്നെ അതാത് ദിവസം ഏതൊക്കെ മീനുകൾ ഉണ്ടെന്നും അതിന്റെയൊക്കെ വിലകളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. മീൻ മാത്രമല്ല, ഹോം മെയ്ഡ് പിക്കിൾസും ഇവർക്ക് അവൈലബിൾ ആണ്. മീനൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി മേടിക്കാം. ഇനി അതിപ്പോൾ 200 ഗ്രാം ആണെങ്കിൽ കൂടി നമ്മുടെ വീടുകളിൽ എത്തിച്ചേരും ലൈലോ. മറ്റൊരു അട്രാക്ഷൻ രാവിലെ 7 മണി തൊട്ട് ഇവർക്ക് ഡെലിവറി ഉണ്ടെന്നുള്ളതാണ്. രാത്രി 8 മണി വരെയുള്ള ഈ 4 സ്ലോട്ടിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഡെലിവറി ടൈം ചൂസ് ചെയ്യാം. 24/7 ഓർഡേഴ്സും പ്ലേസ് ചെയ്യാം. കസ്റ്റമർ സപ്പോർട്ടും അവൈലബിൾ ആണ്. റെസ്പോൺസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്. കട്ട് ചെയ്ത് 3 തവണ കുടിവെള്ളത്തിൽ ക്ലീൻ ചെയ്ത മീനിനെയാണ് വാക്യൂം പ്രഷർ പാക്ക് ചെയ്യുന്നത്. സ്മെല്ലും ലീക്കേജും ഒന്നും ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ക്ലീൻ ചെയ്ത മീനാണ് ലൈലോ ആപ്പിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് ഇതിലുണ്ടാവും. ഈ മീന് ഇനി പോകുന്നത് ട്രിവാൻഡ്രത്ത് അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന ഇവരുടെ കിയോസ്കിലേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന മീന് നമ്മുടെ വീടുകളിൽ എത്തുന്നത്. അതും ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ബാഗിൽ ഐസ് പാക്ക് ഒക്കെ വെച്ച് മീനിന് ഒരു ഡാമേജും വരാതെ നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. അത്രമാത്രം ശ്രദ്ധിച്ച് പ്രൊഫഷണൽ രീതിയിലാണ് ഇവർ ഓരോ കാര്യവും ഹാൻഡിൽ ചെയ്യുന്നത്. മാത്രമല്ല, അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂറിനകത്ത് തന്നെ ഡെലിവറിയും ചെയ്തു തരും. ഡെലിവറി ഏജന്റിനെ ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം ലൈലോയുടെ ആപ്പിൽ തന്നെ ഉണ്ടാവും. പ്രോൺസ് ആണ് ഞാൻ വാങ്ങിയത്. അൺപാക്ക് ചെയ്ത് കാണിച്ചു തരാം. പ്രോൺസ് നല്ല ക്ലീൻ ആണ്, ഫ്രഷ് ആണ്. നമുക്ക് ഇങ്ങനെ തന്നെ പാചകവും ചെയ്യാം. റെഡി ടു കുക്കാണ്. ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചെമ്മീൻ പെരളൻ ഉണ്ടാക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, നല്ല പുളിയുള്ള പച്ചമാങ്ങ, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കണം. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒട്ടുമില്ലാതെ ഇത് അരച്ചെടുക്കണം. അരച്ചെടുത്ത മസാലയാണ് ഇനി നമ്മുടെ പ്രോൺസിലേക്ക് ചേർക്കേണ്ടത്. പ്രോൺസിൽ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, പ്രോൺസ് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പ്രോൺസ് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ക്ഷമ നല്ലോണം വേണം. കുറച്ച് ടൈം എടുക്കും. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ കറി പോലെ ആയിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ വരട്ടി എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഉലുവാപ്പൊടിയും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിന്റെ മേലെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ പെരളൻ റെഡിയായി കഴിഞ്ഞു. പൊറോട്ട, ചപ്പാത്തി, ചോറിന്റെ കൂടെയൊക്കെ കൂട്ടിപ്പിടിക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണിത്. ഉച്ച സമയത്ത് നല്ല ചൂട് ചോറ്, അവിയൽ, പ്രോൺസ്, കൂടെ തലേ ദിവസത്തെ ചൂര മീൻകറിയും. അത് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈല് മുരിങ്ങക്കോല കേട്ട മീൻകറി. ആവശ്യത്തിന് മീൻകറി ഒഴിച്ചോണം. ചോറിലേക്ക് ചൂരമീനും നമ്മുടെ 2 പീസ് പ്രോൺസും ആദ്യമേ ഒന്ന് വെച്ചു കൊടുക്കുക. ഇതിലേക്ക് അവിയലും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ഒരു ഉരുള ഉരുട്ടി അങ്ങ് കഴിക്കണം. നല്ല എരിവുള്ള ചൂരക്കറിയാണ്. കൂടെ പച്ചമാങ്ങയൊക്കെ ചേർത്ത പ്രോൺസും ഉണ്ട്. അപ്പോൾ ഈ ഉരുളയുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല. റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ.